ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിഫ്റ്റി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു ത്രിശങ്കു സ്വർഗത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കോളുകാരെയും പുട്ടുകാരെയും ഒരുപോലെ സന്തോഷിപ്പിച്ച ഒരു ദിവസം ആയിരുന്നു. രണ്ടുപേർക്കും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അത് എത്ര പേര് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിനകത്തിലാണ് ചോദ്യം. ഇത് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടിൽ പരിചയം ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഒരു ബിഗിനറിന് ചാർട്ടിൽ പരിചയമില്ലാത്ത ഒരാൾക്ക് ഇന്നത്തെ ദിവസം ഒരു ട്രേഡ് ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. അതേസമയം സ്ഥിരമായി ചാർട്ട് അനലൈസ് ചെയ്യുന്നവരും ചാർട്ട് നോക്കിയിരിക്കുന്നവരും ക്യാൻഡിലുകളുടെ സ്വഭാവം ലൈവ് മാർക്കറ്റിൽ ചുമ്മാ നോക്കിയിരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ധാരാളം ട്രേഡുകൾ ഉണ്ടായിരുന്നു. സ്കാൽപ്പിംഗ് എന്നല്ല, നിങ്ങൾക്ക് 10, 15, 20 പോയിൻ്റ് നേടാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് എല്ലാവരുടെ സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കാനുള്ളത്, ഞാൻ നിങ്ങളെ ഈ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഈ 2 ഗ്രൂപ്പിലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. ഒരു ഫ്രീ സർവീസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു രീതിയിലാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാതെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഞാനതിൽ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, എനിക്കിതിനകത്തൊരു ബിസിനസ് താല്പര്യം ഇല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്ക് ധാരാളം മെസ്സേജ് വരുന്നു, സാർ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എനിക്ക് പിന്നെ കോള് പറഞ്ഞു തരാൻ പറ്റുമോ, അതിന് ഞാൻ ഫീസ് തരാം, അങ്ങനെ ആ രീതിയിലൊക്കെ പല കോളുകൾ എനിക്ക് വരുന്നുണ്ട്, പല മെസ്സേജുകളും വരുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പബ്ലിക്കായിട്ട് നിങ്ങളോട് പറയാം, എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. അത് ചെയ്യാൻ ഞാൻ ഓതറൈസ്ഡ് പേഴ്സണും അല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, അതെനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യവും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലതാനും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പബ്ലിക്കായിട്ടുള്ള അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ എന്നെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കില്ല. അത് ബാക്കിയുള്ളവർ കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തീരും. അതുകൊണ്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായവും, നിങ്ങൾ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, അവർക്കൊക്കെ കഴിയുന്നതും ഞാൻ ഒരാൾക്ക് പോലും റിപ്ലൈ അയക്കാതിരുന്നില്ല. പിന്നെ 1-2 പേരുണ്ട്, അത് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിക്കുന്ന 1-2 പേർ. ഒരു കാര്യവും ഇല്ല, അവരുടെ കയ്യിലോട്ട് ഫണ്ടുണ്ടോ അതുമില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അറിയുമോ അതുമില്ല, പിന്നെയും ചുമ്മാ അതിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള 1-2 പേരുണ്ട്, അവരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. ബാക്കി ഒരു 99.9% ആൾക്കാർക്കും നിങ്ങൾ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം എന്നെക്കൊണ്ട് കഴിയാവുന്ന എൻ്റെ അറിവിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് എന്താണോ അറിയാവുന്നത് അത് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പം അത് അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പിന്നെ അതുപോലെ തന്നെ സാർ ഇവിടുന്ന് ഈ കോൾ എടുക്കട്ടെ, ഇവിടുന്ന് പുട്ടെടുക്കട്ടെ, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സംശയത്തിൻ്റെ ഒന്നും കാര്യം വരത്തില്ല. കൃത്യമായി ഞാൻ ഒരു എൻട്രി എടുത്ത് കാണിച്ചില്ലേ, ഇത് കൃത്യമായ ഒരു എൻട്രി, ഒരു എക്സിറ്റ്, അത് രണ്ടും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ട്രേഡിന് ഇറങ്ങുക, ആ പോയിന്റ് വരുമ്പോൾ നമ്മൾ ഇറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ പരിപാടി അവസാനിച്ചു. ഓക്കെ, ധാരാളം പേര്, പകുതിയിൽ കൂടുതൽ ആൾക്കാരല്ല, ഒരു 75% ആൾക്കാരും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പാലിക്കുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പണ്ടത്തേക്കാൾ ഉപരി ഇപ്പം ആൾക്കാർക്ക് ഒരു ക്ഷമയും സംയമനവും ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ട്രേഡുകൾ കാത്തിരുന്ന് കണ്ടെത്തി ട്രേഡ് എടുക്കുന്നൊരു ശീലമൊക്കെ വളർത്തിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു വലിയ കഴിവായിട്ടല്ല, നിങ്ങളുടെ സഹകരണം കൂടെ കൂടിയാണ് അതങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നേരത്തെ നമ്മൾ പൂളിടുമ്പം ഒന്നുകിൽ നഷ്ടമായിരുന്നു അവിടെ കൂടുതൽ, അല്ലെങ്കിൽ 50-50 ആയിരുന്നില്ല, നഷ്ടവും ലാഭവും ഒരുപോലെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ലാഭത്തിൻ്റെ ആ ഒരു തോത് വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ നഷ്ടം വന്നവരെക്കാളും ലാഭം വന്നവരുടെ എണ്ണം 3-4 ഇരട്ടിയായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം. നിങ്ങളുടെ ആത്മസംയമനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തുടർന്നും അങ്ങനെ തന്നെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾ പച്ച കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നൽകുന്ന ആത്മവിശ്വാസം ഭയങ്കരമായിരിക്കും. മനസ്സിലായി? അപ്പോൾ ആ ആത്മവിശ്വാസം, ആ പച്ച കത്തിച്ചതിനെ പിന്നെ നിങ്ങൾ റെഡിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ
നിങ്ങൾക്ക് അത് പിന്നെയും വരുന്ന ദിവസങ്ങളിലും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു പച്ച നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞ ഒത്തിരി എന്നും ഉപദേശിച്ച് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു പിന്നെ എന്താ പറയുന്നത്, ഒരു ആവർത്തന വിരസത ഉണ്ടാകും ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ നിങ്ങളൊക്കെ രക്ഷപ്പെടണം എന്നുള്ളൊരൊറ്റ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് വീണ്ടും എപ്പോഴും പറയുന്നത്. 10 പ്രാവശ്യം പറയുമ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അത് അനുസരിക്കാൻ ശ്രമിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചാർട്ടിലോട്ട് വരാം. ഇന്നത്തെ ചാർട്ടിൽ അത് നോക്കിക്കേ എന്താണ് സംഭവിച്ചത്. ഇന്ന് സംഭവിച്ചത് എന്താ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വന്നില്ലേ. നമ്മുടെ ബുള്ളിഷ് സെറ്റപ്പ് വന്ന് നമ്മൾ വരച്ച 24,996 അത് 25,000 റേഞ്ചിൽ വന്ന് മാർക്കറ്റ് 25,000 സൈക്കോളജി സപ്പോർട്ടാണ്. 25,000 വന്ന് മാർക്കറ്റ് ഒന്ന് നിന്നതിന് ശേഷം പിന്നെ അവിടുന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി. പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ട്രേഡ് ഇല്ല, ഒരു എൻട്രി ഇല്ല, നോ എൻട്രിയാണ്. ഓക്കെ, അപ്പം ഇല്ല, അവിടെ എൻട്രി ഇല്ല, അത്ര തന്നെ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. റിസ്ക് എടുക്കുന്നവർക്കുണ്ട്. ഇതിന് മുകളിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ട്രേഡ് കിട്ടിക്കാണും. ബട്ട് ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ബട്ട് നമുക്ക് എവിടെ ട്രേഡ് ഉണ്ട്, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എവിടെയാണ് നമുക്ക് ട്രേഡ് ഉള്ളത്. മാർക്കറ്റ് അതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം മാർക്കറ്റ് അവിടെ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല അല്ലേ, ഇവിടെ പോയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഡോജി ഉണ്ടായി, പിന്നെ ഒരു റെഡിഷ് ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്തായി, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് SL ഉണ്ട് ഇവിടെ ഇല്ലേ, ഒരു SL പോയിന്റ് നമുക്കിവിടെ കിട്ടി. മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു SL പോയിന്റ് കിട്ടി. ഇതൊരു ബിഗിനറെ സംബന്ധിച്ചൊന്നും പറ്റത്തില്ല. കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ, ചാർട്ടിൽ നോക്കിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ചാർട്ടുകളെ നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ട്രേഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹൈ SL ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രേഡ് ഒരു റെഡ് ക്യാൻഡിൽ വരുമ്പോൾ മാത്രം നമുക്ക് ട്രേഡ് ഇവിടുന്ന് നേരെ വന്നു റിജക്ഷൻ വന്നു, ഒരു ഡോജി ഒരു ഹാമർ പോലെ ഉണ്ടായി. അതിനുശേഷം ഒരു നല്ല ബെയറിഷ് ക്യാൻഡിൽ കിട്ടി ഇല്ലേ. ഇത് ഒരു ബെയറിഷ് ക്യാൻഡിൽ കിട്ടി, ഒരു 70-80% ഒരു സെറ്റപ്പ്, നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള സെറ്റപ്പ് ഉള്ളൊരു ക്യാൻഡിലാണില്ലേ. അപ്പോൾ ആ ക്യാൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മുടെ SL ഇവിടെ വളരെ ചെറിയ SL ഇല്ലേ, പോയാൽ 5-10 പോയിൻ്റ് നമുക്ക് പോകത്തുള്ളൂ. കിട്ടിയാൽ നമുക്ക് നല്ലൊരു ക്യാപ്ചർ കിട്ടും. അങ്ങനെ എടുത്തവർക്ക് നല്ലൊരു ക്യാപ്ചർ കിട്ടി. ഓക്കെ, എത്ര പേര് യൂട്ടിലൈസ് ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരിക്കലും ഒരു കൺഫേംഡ് ട്രേഡാണെന്ന് പറയത്തില്ല. ബട്ട് എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ട്, സ്ഥിരമായി എൻ്റെ വീഡിയോകൾ കാണുകയും എൻ്റെ ചാർട്ട് അനാലിസിസ് കാണുകയും ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് കിട്ടി, അത് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. നമുക്ക് ബിഗിനറിൻ്റെ കാര്യം വരാം. നമുക്ക് അടുത്ത ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ഞാനപ്പം ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. ഈ ഫോൾ വന്നപ്പം ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. എന്താ ഇട്ടിരുന്നത്, ഇന്നത്തെ ടുഡേ ഓപ്പണിംഗ് ലോ ഇല്ലേ, ടുഡേ ഓപ്പണിംഗ് ലോ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ താഴോട്ട് വരും, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഇല്ലേ. അതുപോലെ തന്നെ സംഭവിച്ചു. നേരെ മാർക്കറ്റ് ആ ലോ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് തിരിച്ചു പോയി. ഇവിടെ റിജക്ഷൻ ക്യാൻഡലിൽ ട്രേഡ് എടുത്തവരുണ്ട്, റിജക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഓക്കെ, അവർ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു കൺസോളിഡേഷൻ മോഡിലാണ് മാർക്കറ്റ് പോയത്. അപ്പം സ്ഥിരമായിട്ട് സ്കാൽപ്പ് ചെയ്യുന്നവരോ അല്ല 10 പോയിന്റ് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിനകത്തിൽ ഓപ്പർച്യൂണിറ്റി ധാരാളം ഉണ്ടായിരുന്നു. 10 പോയിന്റ് എടുക്കാനുള്ള സാധ്യത, 10-15 പോയിന്റ് കിട്ടാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ധാരാളം പേരങ്ങനെ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ഈ റേഞ്ചിലെടുത്തു. കാരണം എന്താ, ഇതൊരു ബോക്സ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ബോക്സ് പാറ്റേൺ പഠിച്ചവർക്കൊക്കെ അറിയാം. ബോക്സ് പാറ്റേൺ 3 പ്രാവശ്യം വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഓക്കെ സാർ ഇത് ബോക്സ് പാറ്റേൺ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ചെയ്തോ. അവർ ബോക്സ് പാറ്റേൺ വരച്ചിട്ടിട്ട് അവർ ട്രേഡ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും 10-15 പോയിന്റ് അവർ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി വരുമ്പം അത് കണ്ടെത്തുക എന്നുള്ളത്, മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരാളുടെ സഹായം കൊണ്ട്, അതായത് നമുക്കിപ്പോൾ എപ്പോഴും ഒരാളെ സഹായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മളുടെ ആ കപ്പാസിറ്റി വളരെ കുറഞ്ഞു പോകും. കാരണം എന്താ, നമ്മൾ ഞാൻ ഇങ്ങനെ ഓരോ റീൽസിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ ഒരു അപ്പനും മോനും കൂടി ഒരു കൊച്ചു കുഞ്ഞും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ താഴെ വീഴുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളവും വിതുമ്പലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവർ എഴുന്നേക്കത്തിൽ അവിടെ തന്നെ, പിന്നെ നമ്മൾ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കണം. ഇവൻ ആരുമില്ല ഒറ്റയ്ക്ക് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉരുണ്ട് വീണ് കഴിഞ്ഞാലും ഇവിടെ മുട്ടിച്ചിട്ട് പൊട്ടിയാലും ഇവനെന്ത് ചെയ്യും, അനങ്ങത്തില്ല. കണ്ണീരും വരത്തില്ല, കരയത്തൊന്നുമില്ല. അവിടുന്ന് ചാടി എഴുന്നേറ്റത് പിന്നെ ആശാൻ
എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളും അല്ലേ. അതേസമയം കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഡിപ്പെൻഡൻസി ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം വീണാലും ആ വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ ഞാൻ ഉപദേശത്തിലോട്ട് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നെക്സ്റ്റ് നാളെ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. നാളെ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞു ഓൾറെഡി ഒരു ബോക്സ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയി ഇല്ലേ. നമുക്ക് ഈ ഒരു പോയിൻ്റ്, ഈ 25,000 എന്നുള്ള പോയിൻ്റ് നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബോക്സ് പാറ്റേൺ വരയ്ക്കാം. ഓക്കെ, ആ ബോക്സ് പാറ്റേൺ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ബോക്സ് പാറ്റേൺ. ഈ ഒരു പോയിന്റ് ഇത് ഇത്രയും മതി, കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങനെ നോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാളത്തെ ബോക്സ് പാറ്റേൺ. ഇനിയിപ്പം വേറെ സിമ്പിളായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൂടെ നമുക്ക് ഇത് ഇങ്ങനെ. ഓക്കെ, ഇത് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റാണിത് 25,067. അതിനുശേഷം 25,120. ഞാൻ ഇന്നലെ നമ്മുടെ വീക്കിലി അനാലിസിസ് കാണാത്തവർ കാണുക. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് കുറേ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 25,120 കടക്കാതെ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഒരു ബുള്ളിഷ് സെറ്റപ്പ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,120 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ മൂവ് 25,500 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു വരും. ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ അണ്ണൻ ഇങ്ങനെ ബസ്സും കാറും ഒക്കെ ഓടിച്ച് താഴ്വാരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും കാളകൾ പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഇത് കുത്തിമലത്തി ഇടുവോ ഇടവഴി ഓടണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം ആര് ജയിക്കും ആര് തോക്കുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ, ഈ ബോക്സ് പാറ്റേണേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നോക്കുക. ഇന്നലത്തെ ഈ ഹൈ കട്ട് ചെയ്ത് താഴോട്ട് വന്നാൽ ഇവിടെ ബ്രേക്ക് ചെയ്താലും ഇത് കട്ട് ചെയ്ത് 24,906 ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നെ ഒരു ഫർദർ ഡൗൺ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലുള്ള ഇന്നത്തെ ഒരു സെറ്റപ്പ്. അപ്പം നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ അതിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അവിടെ കോളുകൾ അങ്ങനെ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡയറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇതിനി വാലിഡ് അല്ല, ഇത് പോട്ടെ, അത് വേണ്ട. നമുക്ക് ഇവിടെ നമുക്കൊരു ബോക്സ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലെയും ബോക്സ് പാറ്റേൺ. ഓക്കെ, ഇപ്പം നാളെ എങ്ങനെയാണെന്ന് നോക്കുക. ഇത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കവിടെ കടന്നോട്ടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ കൂടുതലൊന്നുമില്ല. ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്തുവാണെങ്കിൽ പിന്നെ കൺഫർമേഷൻ 55,300 55,300 താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഫോൾ കിട്ടും. ഓക്കെ, എപ്പോഴും ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. മിഡ് ക്യാപ്പിനകത്തിലാണെങ്കിലും മിഡ് ക്യാപ്പ് ഒരു സാമട്ടിലാണ്, കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പം ഈ ഒരു ലൈനിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഇവിടെയും വേണമെങ്കിൽ നമുക്കൊരു എല്ലായിടത്തും ഒരു ബോക്സ് പാറ്റേൺ അല്ലേ, ഇവിടെയും വരച്ച് വെച്ചേക്കാം. ഇതിങ്ങനെ നോട്ടാ. ഓക്കെ, അതിനുശേഷം എങ്ങോട്ട് പോകുന്നു, ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മേടിക്കുക, ഫസ്റ്റ് റെസൻസ് ചെയ്ത്. ഇത്രയേ ഉള്ളൂ മിഡ് ക്യാപ്പിനകത്ത് പറയാം. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.